സിറിയയ്ക്ക് ശേഷം തകരാൻ പോകുന്ന മറ്റൊരു രാജ്യം ഏതാണ് എന്ന ചോദ്യത്തിന് ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ, അത് ഇറാനാണ്. ഇറാൻ അറബ് രാജ്യങ്ങളുടെ അല്ലെങ്കിൽ GCC രാജ്യങ്ങളുടെ കണ്ണിലെ കരടായി മാറിയിരിക്കുന്നു. പണ്ട് മുതലേ അങ്ങനെയാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. കാരണം ഇറാൻ എന്ന് പറയുന്നത് ഷിയ മുസ്ലിങ്ങളുടെ രാജ്യമാണ്. ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സംഘർഷം ഉടലെടുത്തപ്പോൾ ഇറാന് മറ്റു പല ആൾക്കാരും മറ്റു പല ഇസ്ലാമിക രാഷ്ട്രങ്ങളും പിന്തുണ കൊടുത്തത് അത് ഷിയ മുസ്ലിങ്ങളുടെ രാജ്യമാണ് എന്നുള്ളത് കൊണ്ടല്ല, മറിച്ച് അപ്പുറത്ത് നിൽക്കുന്നത് ഇസ്രായേലാണ് എന്നുള്ളത് കൊണ്ടാണ്. അതേസമയം ഇറാൻ സൗദി അറേബ്യ സംഘർഷം വരികയാണെങ്കിൽ ഇറാനെ പൂർണ്ണമായും തള്ളിപ്പറഞ്ഞ് GCC രാജ്യങ്ങളെല്ലാം ഇറാനെ അടിക്കാനായി സൗദിക്ക് പിന്നിൽ അണിനിരക്കും എന്നുള്ള കാര്യത്തിലും തർക്കമില്ല. ഇപ്പോഴിതാ ഇറാന്റെ പ്രോക്സികൾ എപ്പോഴും GCCക്ക് തലവേദനയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാനായി സാധിക്കുന്നുണ്ട്. പോരാത്തതിന് ഇറാനിൽ എണ്ണ ഉൽപാദനം കൂടിയാലും GCC രാജ്യങ്ങൾക്ക് തലവേദനയാണ്. കാരണം ഇറാൻ വളർന്നു വന്നാൽ അത് GCC രാജ്യങ്ങളുടെ തകർച്ചയിലേക്ക് പോകും. അത് സാമ്പത്തികമായാലും ശരി, ഇറാൻ ആണവ ശക്തിയായി വളർന്നു വന്നായാലും ശരി. അതുകൊണ്ട് തന്നെ ഇറാനെ തകർക്കാൻ അമേരിക്കയ്ക്ക് പിന്നിൽ GCC രാജ്യങ്ങൾ അണിനിരക്കും എന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നു. അതുമാത്രമല്ല, സൗദിയിൽ 2019 ഇറാന്റെ ആക്രമണം ഉണ്ടായി. ഇറാന്റെ ആക്രമണം എന്ന് പറയുമ്പോൾ ഇറാൻ പാലൂട്ടി വളർത്തുന്ന പ്രോക്സി സംഘടനകൾ, ഇറാൻ ധാരാളം പ്രോക്സി സംഘടനകളെ പാലൂട്ടി വളർത്തുന്നുണ്ട്. അതിലൊന്നാണ് ഹമാസ്, വേറൊന്നാണ് ഹൂതികൾ, സിറിയയിലെ ഹൂതികൾ, വേറൊന്നാണ് ലബനനിലെ ഹിസ്ബുള്ളകൾ. അങ്ങനെയുള്ള പ്രോക്സി സംഘടനകൾ സൗദിയിലെ എണ്ണപ്പാടത്തിന് തീയിടുന്ന ഒരു കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള തലവേദന ഇറാൻ GCC രാജ്യങ്ങൾക്ക് വലിയ രീതിയിൽ സൃഷ്ടിക്കുന്നുണ്ട്. ആ ഇറാനെ തകർക്കാനുള്ള അമേരിക്കയുടെ തന്ത്രം എന്താണെന്നാണ് നമ്മൾ ഇവിടെ പരിശോധിക്കുന്നത്. നെതന്യാഹുവിൻ്റെ സന്ദേശം നമ്മളെല്ലാവരും കണ്ടതാണ്. നെതന്യാഹു പറയുന്നത് ഇറാന്റെ ജനങ്ങളെ നെതന്യാഹു മോചിപ്പിക്കും, ഇസ്രായേൽ മോചിപ്പിക്കും എന്നാണ്. അവർക്ക് പഴയ ആ സുവർണകാലം തിരിച്ചു കൊണ്ടുവരും എന്നാണ്. ഇറാൻ ഇസ്ലാമിക റിപ്പബ്ലിക്കായി എന്നു മാറിയോ അന്നു മുതലാണ് അവിടെയുള്ള സ്ത്രീകൾക്കും കുട്ടികൾക്കും അടക്കം സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടത്. ആ സ്വാതന്ത്ര്യം ഞാൻ തിരിച്ചു കൊണ്ടുവരും എന്നുള്ളതാണ്. ബുർഖയിടാതെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ, ഹിജാബ് ഇടാതെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ സ്ത്രീകളെ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ അടിമകളാക്കി അഡ്മിറ്റ് ചെയ്യുന്ന ഈ ഒരു കാട്ടാള ഭരണത്തിൽ നിന്നും, ഖമനേയിയുടെ ഭരണത്തിൽ നിന്നും ഞാൻ നിങ്ങളെ മോചിപ്പിക്കും എന്നാണ് ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത്. അതിന് കൂട്ട് അമേരിക്കയുമാണ്. നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാകും, ഏറ്റവും കൂടുതൽ വേഗത്തിൽ ക്രിസ്തീയ മതം അല്ലെങ്കിൽ ക്രിസ്തുമതം വളരുന്ന ഒരു രാജ്യമായി ഇറാൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. 30% ഇപ്പോൾ തന്നെ ഇറാൻ ഇപ്പോൾ ക്രൈസ്തവവൽക്കരിക്കപ്പെട്ടു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കുന്നതാണ്. ഖമനേയിയുടെ മതനിയമത്തിനെതിരെ പ്രക്ഷോഭത്തിലൂടെയാണ് ഇറാനെ തകർക്കാനായി അമേരിക്കയും ഇസ്രായേലും ഒരുങ്ങുന്നത്. അതായത് ഇറാനകത്തുള്ള ജനങ്ങളെ തന്നെ ഖമനേയിക്കെതിരെ ഇളക്കി വിട്ടുകൊണ്ട് ഖമനേയി ഭരണത്തെ അട്ടിമറിച്ചുകൊണ്ട്, ഒരുപക്ഷെ ഖമനേയി കൊല്ലപ്പെടുക പോലും ചെയ്തേക്കാം, അങ്ങനെ അട്ടിമറിച്ചുകൊണ്ട് മതനിയമത്തെ തകിടം മറിച്ചുകൊണ്ട് പഴയ ഒരു സുവർണകാലം തിരിച്ചു കൊണ്ടുവരാനാണ് ഇപ്പോൾ ഇസ്രായേലും അമേരിക്കയും ശ്രമിക്കുന്നത്. ഇറാൻ ഇസ്രായേൽ ബന്ധം പുനഃസ്ഥാപിക്കാനും ഇപ്പോൾ അമേരിക്കയും ഇസ്രായേലും തമ്മിൽ പദ്ധതിയിടുന്നുണ്ട് എന്നും നമുക്കറിയാനായി സാധിക്കുന്നുണ്ട്. നമുക്കറിയാം, ഇറാനും ഇസ്രായേലും തമ്മിൽ ഇറാൻ ഇസ്ലാമിക റിപ്പബ്ലിക് ആകുന്നതിന് മുമ്പ് തന്നെ ഊഷ്മളമായിട്ടുള്ള ബന്ധമാണ് ഉണ്ടായിരുന്നത്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് ഇസ്രായേൽ സംരക്ഷണം ഒരുക്കുന്ന കാഴ്ച, പല ആണവ രഹസ്യങ്ങളും ഇസ്രായേലിൻ്റെത് ഇറാന് ലഭിക്കുന്ന കാഴ്ച, അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ കണ്ടതാണ്. എന്നാൽ അവിടെ ഇസ്ലാമിക് റിപ്പബ്ലിക് ആയ ശേഷം ഇസ്രായേലിനെ ഇറാൻ ശത്രു രാജ്യമായി കണക്കാക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനും സാധിക്കുന്നത്. ഇസ്രായേൽ 40% ഇറാന്റെ എണ്ണ വാങ്ങിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടം, ആ സുവർണ കാലഘട്ടത്തിലേക്ക് ഇറാനെ തിരിച്ചു കൊണ്ടുവരാനാണ് ഇപ്പോൾ ഇസ്രായേലും അമേരിക്കയും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഖമനേയി തീരുന്നതോടുകൂടി ഇത് മറ്റുള്ള ആൾക്കാർ പറയുന്നത് പോലെയല്ല, യഥാർത്ഥത്തിലുള്ള വസന്തം ഇറാനിൽ വരും എന്നുള്ളതാണ് ഇവർ കണക്ക് കൂട്ടുന്നത്. ഒരു തുള്ളി ചോര പോലും പൊടിക്കാതെ ഇറാനെ അവർ സ്വതന്ത്രമാക്കിയെടുക്കും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.